വാർത്തകൾ തുടരുന്നു. സരിതയുടെ കത്ത് വ്യാജമാണെങ്കിൽ ഫെനി കത്ത് ഹാജരാക്കണമെന്ന് സോളാർ കമ്മീഷൻ. ഫെനിയെക്കൊണ്ട് കള്ളം പറയിക്കലല്ല സർക്കാരിന്റെ ചുമതല. ആരോപണങ്ങളെക്കുറിച്ച് അറിയാൻ മാത്രമാണ് മാധ്യമ വാർത്തകൾ ശ്രദ്ധിക്കുന്നത്. തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നതെന്നും കമ്മീഷൻ അറിയിച്ചു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ടോബി, വിവരങ്ങൾ. നിസ, ഇപ്പോൾ കമ്മീഷന് മുമ്പിലെ ഫെനിയുടെ വിസ്താരം കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് നിലവിലെ കത്ത് വിവാദത്തിന് പിന്നിൽ ഗണേഷ് കുമാർ ആണെന്ന് ഉള്ള വാദമാണ് ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഫെനിയും അദ്ദേഹത്തിന്റെ PA പ്രദീപ് കുമാറും അതുപോലെ തന്നെ ശരണ്യ മനോജുമാണ് ഈ കത്ത് വിവാദത്തിന് പിന്നിൽ. മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഫെനി പറയുന്നു. തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി പലതവണ 2 തവണയോളം ഇവർ വന്ന് തന്നെ കണ്ടുവെന്നും, അതായത് പ്രദീപ് കുമാറും മറ്റൊരാളും കൂടി വന്ന് കണ്ടുവെന്നും, ഒരു കാർ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു കാർ സമ്മാനമായി നൽകാമെന്നും പറഞ്ഞതായി ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. എന്തായാലും കത്തിന് പിന്നിൽ ശരി ടോബി, വിവരങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ കൊച്ചിയിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്.